ഞങ്ങൾ പഴനിക്ക് പോയതിൻ്റെ ആദ്യത്തെ ദിവസത്തെ വീഡിയോ ആണ് ഇന്ന് ഇടുന്നത്. ഞങ്ങൾ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാത്രി 10 മണിക്കുള്ള അമൃത എക്സ്പ്രസ്സിനാണ് പഴനിയിലേക്ക് യാത്ര തിരിച്ചത്. നേരത്തെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുന്നതുകൊണ്ട് യാത്രയൊക്കെ വളരെ സുഖമായിരുന്നു. രാവിലെ ഒരു 6:30-7 മണി ആയപ്പോഴത്തേക്കും പഴനി റെയിൽവേ സ്റ്റേഷനിലെത്തി. നന്നായിട്ട് ഉറങ്ങാനൊക്കെ പറ്റി. ഞങ്ങൾ അവിടുന്ന് നേരെ പഴനി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ ഓട്ടോ സ്റ്റാൻഡുണ്ട്. നേരത്തെ അവരോട് റേറ്റൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടൽ ശുഭം എന്നാണ് ഹോട്ടലിൻ്റെ പേര്. അടിവാരത്ത് തന്നെയുള്ള ഹോട്ടലാണ്. പഴനിക്ക് തൊട്ട് അടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനൊക്കെ അമ്പലത്തിലേക്ക് പോകാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ അവിടെ റൂമാണ് ഞാൻ കാണിക്കുന്നത്. 3 ബെഡ് ഒരു 3 ബെഡും പിന്നെ ഒരു ചൈൽഡ് ബെഡുമാണ് ഉള്ളത്. ഒരു ദിവസത്തേക്ക് 2000 രൂപയാണ് GST ഉൾപ്പെടെ അവർ ഈടാക്കുന്നത്. അത്യാവശ്യം നല്ല ഉള്ളിലോട്ടായതുകൊണ്ട് ബഹളങ്ങളിൽ നിന്നൊക്കെ ഇച്ചിരി ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു ഹോട്ടലാണ്. അവിടുന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്. നമ്മൾ അവിടുത്തെ താഴത്തെ നിലയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് മുടി മുറിക്കുന്ന ദേവസ്വത്തിൻ്റെ കൗണ്ടറിലേക്ക് എത്തിയിരിക്കുകയാണ്. ദേവസ്വത്തിൻ്റെ കൗണ്ടറിൽ അവർ ആയിട്ട് ഫീസൊന്നും ഈടാക്കുന്നില്ല എന്നാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. പിന്നെ നമ്മൾ അവിടെ മുടി മുറിക്കുന്നവർക്ക് നമ്മളായിട്ട് ഇഷ്ടമുള്ള ദക്ഷിണ കൊടുക്കാമായിരുന്നു ഞാൻ ചെയ്തത്. എന്നോടാരും അവിടെ ചോദിച്ചു വാങ്ങിയതായിട്ടൊന്നും എനിക്ക് അനുഭവം ഉണ്ടായില്ല. ഓരോരുത്തർക്കും ഓരോ അനുഭവമാണല്ലോ. മുടിയെടുക്കാൻ നേരം ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. കത്തിയൊക്കെ തലയിൽ കൊള്ളുമ്പോൾ മുറിയുമോ എന്നൊക്കെയുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷേ യാതൊരുവിധ വേദനയും എനിക്ക് മുടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ. നല്ല ക്ലീനായിട്ടാണ് മുടി അദ്ദേഹം എടുത്തു തന്നത്. പിന്നെ ദക്ഷിണയായിട്ട് നമ്മൾ അദ്ദേഹത്തിനൊരു 100 രൂപയും പിന്നെ ആ ചേച്ചിക്കൊരു 50 രൂപയൊക്കെ കൊടുത്തായിരുന്നേ. ആരും ചോദിച്ചു വാങ്ങി അങ്ങനെ വാങ്ങിക്കുകയൊന്നും ഉണ്ടായില്ല. നമ്മൾ കൊടുത്തത് അവർ വാങ്ങിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ തവണത്തെക്കാട്ടിലുമൊക്കെ അവിടുത്തെ അങ്ങനെയുള്ള ഒരു കച്ചവടത്തിനുമൊക്കെ ഒരു കുറവ് ഞാൻ കണ്ടത്. പഴനിയിലെ പോലീസുകാരെ കൃത്യമായ ബാരിക്കേഡൊക്കെ വെച്ചിട്ട് കച്ചവടക്കാരെയൊക്കെ നല്ല രീതിയിൽ നിയന്ത്രിച്ചിട്ടുണ്ട്. പിന്നെ പണ്ട് ഞങ്ങൾ പോയപ്പോഴൊക്കെ ആണെങ്കിലും കുതിരവണ്ടിയിലൊക്കെ ഒരുപാട് പേര് നമ്മളെങ്ങോട്ട് വന്ന് വിളിക്കുകയും യാത്ര ചെയ്യാൻ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അവരെ ആരും തന്നെ അവിടെ കാണാൻ സാധിച്ചില്ല. അവർക്ക് കൃത്യമായ റെസ്ട്രിക്ഷൻസൊക്കെ എനിക്ക് തോന്നുന്നു ദേവസ്വം ബോർഡിൽ നിന്ന് വരുത്തിയത് കൊണ്ടാവും. അവിടെ ഇടയ്ക്കിടയ്ക്ക് അനൗൺസ് ചെയ്യുന്നുമുണ്ട് നമ്മൾ ദേവസ്വത്തിൻ്റെ അല്ലാതെ വേറെ ഒരു ബിസിനസ് പരമായിട്ടൊരു കാര്യത്തിനും കാശ് കൊടുക്കരുതെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു കുറവ് എനിക്കവിടെ ഫീൽ ചെയ്തു.
മുടി എടുത്തതിന് ശേഷം റൂമിൽ പോയി ഫ്രഷായി വന്നിട്ടാണ് ഞങ്ങൾ പഴനിമല കയറിയത്. അങ്ങോട്ട് സ്റ്റെപ്പ് കയറി തന്നെയാണ് പോയത്. നല്ല തിരക്കുണ്ടായിരുന്നു കാർത്തിക ദിവസം ആയതുകൊണ്ട്. എന്നാലും ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് തൊഴാനായിട്ട് പറ്റി. അത് കഴിഞ്ഞ് തിരിച്ച് അവിടുത്തെ റോപ്പ് കാറിലാണ് തിരിച്ചിറങ്ങിയത്. പ്രായമായവരൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാവർക്കും നല്ല ക്ഷീണമായിരുന്നു. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ദിവസം ഞങ്ങൾ പഴനിമല കണ്ട് മുരുകനെയൊക്കെ കണ്ട് ചുറ്റുമുള്ള അമ്പലങ്ങളിലൊക്കെ പോയി അങ്ങനെ ഹാപ്പി ആയിട്ടിരുന്നു.